ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചെമ്മീൻ നല്ലതുപോലെ വൃത്തിയായി കിള്ളി കഴുകി എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണേ. ഇനി അതൊരു 10-20 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മളിവിടെ കുഞ്ഞുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സവോളയും എടുക്കാം. കുഞ്ഞുള്ളി എടുക്കുമ്പോഴേക്കും നമ്മുടെ റോസ്റ്റിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും പിന്നെ പച്ചമുളകുമാണ് കേട്ടോ നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി റോസ്റ്റ് തയ്യാറാക്കുന്നതിന് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ നല്ലതുപോലെ ഒന്ന് രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് കേട്ടോ. ഇനി അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിലിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി കഴിയുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി കഴിയുമ്പോഴേക്കും നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ചേർത്ത് അത് നല്ലതുപോലെ ഉടഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അത് ഇപ്പോൾ നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ച മണം മാറിയ ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ പൊടികളുടെയൊക്കെ പച്ച മണം മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഗ്രേവി ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒന്ന് ആഡ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിയ ശേഷമാണ് നമ്മൾ ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേ നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ഇതുപോലെ ഒന്ന് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോഴേ. നമ്മൾ ചെമ്മീനൊക്കെ അച്ചാറിടുമ്പോഴുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതുവരെയും ഇതുപോലെ ഒന്ന് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി അടുത്ത തവണ ചെമ്മീൻ വാങ്ങുമ്പോൾ ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് കേട്ടോ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.